എന്ത് ശശി? ഞാൻ ശശിയോട് ഇന്നലെയും പറഞ്ഞല്ലേ ഇവിടെ ഞങ്ങളുടെ കൊച്ചിനെ ഇപ്പം കെട്ടിക്കണില്ലാന്ന്. പിന്നെ എന്തിനാ വീണ്ടും വന്നേക്കണേ? അവള് കുഞ്ഞു കൊച്ചാ കേട്ടാ. മാതാപിതാക്കൾക്ക് പിള്ളേരെല്ലാം എപ്പോഴും കുഞ്ഞായിരിക്കും. ഇതേ നല്ല ഒന്നാന്തരം പയ്യനാ. ആ പയ്യൻ നീ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാന്ന്. വേണ്ട, ഞങ്ങൾക്ക് തൽക്കാലം ഇപ്പൊ കല്യാണം ഞങ്ങൾ ആലോചിക്കേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ ആലോചിച്ചോളാം. എൻ്റെ പൊന്ന് ക്ലീറ്റോ, കല്യാണം കഴിഞ്ഞാൽ ഉടനെ പെണ്ണിനെ അങ്ങ് അമേരിക്കയിൽ കൊണ്ടുപോകും. പെണ്ണിൻ്റെ അച്ഛനെയും കൊണ്ടുപോകും, പെണ്ണിൻ്റെ അമ്മയും കൊണ്ടുപോകും. ഈ പഞ്ചായത്തിലുള്ള സകലമായ മനുഷ്യരെ ആൾ അമേരിക്കയിൽ കൊണ്ടുപോകും. അതെ, അത് വേറെ ആരെങ്കിലും വീട്ടിൽ പോയി നീ നോക്ക്. ഇവിടെ ഇപ്പൊ വേണ്ട, കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാകുമ്പോൾ ഞങ്ങൾ പറയാം. ആന്റിയുടെ കല്യാണം കഴിക്കാന്നോ? ആരുടെ ആന്റി? ഈ ആന്റി. ആന്റിയുടെ കല്യാണം കഴിഞ്ഞ 2 മക്കളും ഉണ്ട്. ആണോ? ആ. ശശിക്ക് പൊക്കൂടെ ഇനി? ഇനി എന്താ വേണം? അല്ല ഈ പയ്യനൊന്നും കാണണ്ട ഞങ്ങൾക്ക്. ഇയാൾ പോകാൻ നോക്കണേ. എന്നാ ഞാൻ വേറെ നോക്കാം. സാരി ഉടുക്കലും ചെറുതായിട്ടിരുന്നാ മതിയായിരുന്നു. നില്ല, ഞാനും വരുന്നു. നോക്കണം. കണ്ടോ പെണ്ണിനെ കല്യാണം കഴിഞ്ഞാൽ കണ്ടോ? എന്ത് പറയാനാന്ന് നോക്കണം. അപ്പൊ നിങ്ങൾ ഇതായിരുന്നല്ലേ ഇന്നലെ മുഴുവൻ വിഷമിച്ച് നടന്നേച്ചത് അല്ലേ? അല്ലേ? അപ്പൊ ചൂട് പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്ത് ചെയ്താലും അബദ്ധമാണ്. ഞാൻ ആവുന്നത് പറഞ്ഞതാ ആ സാരി ഉടുത്തോണ്ട് പോവണ്ടാന്ന്. അപ്പൊ ഉടുത്തോളാൻ വയ്യ. അവൾക്കാണെങ്കിൽ കുട്ടികളി മാറിയിട്ടില്ല. അവൾ ഇപ്പോഴും 10ാം ക്ലാസ്സിൽ പഠിക്കണ പെങ്കൊച്ചാന്ന് അവളുടെ വിചാരം. അതെ, ഇവിടെ ഇരിക്കുന്ന ഒരാളോ വെള്ളയിട്ട് കുട്ടിക്കളി. ഒരു ചായ കുടിക്കണമെങ്കിൽ ഞാൻ പൈസ കൊടുക്കണം. ഒരു ചെറുക്കൻ കൊച്ചുണ്ട്, അതിന് എന്ന് വളർന്നു വരാനാ? പെണ്ണിനിപ്പോ കല്യാണാലോചന വന്നെന്ന് പറഞ്ഞപ്പോഴത്തേനും ചൂട് പിടിച്ചില്ലേ? അതെ, അവൾ എനിക്കിപ്പോഴും കുട്ടി തന്നെയാണ്. ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2 പേരോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ ഈ കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തു. എനിക്ക് ജോലി കിട്ടിയിട്ട് മതി കല്യാണമൊക്കെ.